കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ 8ാം പ്രതി ദിലീപും സംഘവും ശ്രമിച്ചതിന്റെ പ്രധാന തെളിവാണ് സാക്ഷികളുടെ മൊഴിമാറ്റം. നടൻ സിദ്ദിഖ് ഉൾപ്പെടെ 28 സാക്ഷികളാണ് വിചാരണ ഘട്ടത്തിൽ മൊഴിമാറ്റിയത്. പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിനെ മൊഴിമാറ്റാൻ ദിലീപിന്റെ സംഘം നടത്തിയ നീക്കങ്ങൾ റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചത്. ദിലീപിന്റെ പ്രിയമുള്ളവരെ, മിന്നൽ നിശ്ചയാണ്. ഉദാഹരണത്തിന് പറയുമ്പോഴത്തേക്ക് 8ാം തീയതിക്കാണ് ഈ ദിലീപിൻ്റെ. ഇതാണ് പണമുണ്ടെങ്കിൽ പ്രശ്നം. ആകെ ജയിലിൽ പോകേണ്ട ഒന്നും പോകേണ്ട, പണത്തിന് വേണ്ടിയിട്ടുണ്ടല്ലേ എന്തും ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത്. പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള അഹങ്കാരമുണ്ട്. ഇവന്മാരെ ഒരു നിയമത്തിന് മുമ്പ് കെട്ടിടാൻ പറ്റുന്നില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് സിനിമാ നടനായിക്കോട്ടെ, മറ്റു പൊളിറ്റിക്സിൻ്റെ ആൾക്കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്, ദിലീപ് നിൻ്റെ ഫാനാണല്ലോ, ഈ കാസർഗോഡ് ജില്ലേൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ നീ ഒരു പ്രസിഡൻ്റ് ആയ കാലഘട്ടങ്ങളുണ്ടല്ലോ. ഈ പ്രസിഡൻ്റ് ആയാലും സെക്രട്ടറി ആയാലും അത് കണക്കില്ല. നിയമത്തിന് മുമ്പിൽ ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട് അവന്മാരെന്തായാലും ശിക്ഷിക്കപ്പെടണമെന്ന് ഒരു ഇന്ത്യൻ പൗരനെ ഞാൻ പറയുന്നുള്ളൂ. ഇന്ത്യ മാനവത്തിൻ്റെ പ്രശ്നമാണിത്, കേരളത്തിൻ്റെ പ്രശ്നമാണ്. പണമുള്ളവൻ എന്തും ചെയ്യാന്നുള്ളൊരു സംഭവം. ആ സംഭവം എവിടം വരെ അവസാനിക്കും, അന്നേ ഈ നാട് നന്നാവുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം എന്നെ കേൾക്കാം, സാക്ഷിമൊഴി മാറ്റിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കരുത്തിനു മുന്നിൽ 28 സാക്ഷികൾ മൊഴിമാറ്റിയതോടെ പ്രോസിക്യൂഷൻ ഒരു ഘട്ടത്തിൽ പകച്ചുപോയി. സിനിമയിലെ മിന്നും താരങ്ങളായ സിദ്ദിഖും മുകേഷും ഭാമയും ബിന്ദു പണിക്കരും ഉൾപ്പെടെ ഭൂരിഭാഗം സാക്ഷികളും മൊഴിമാറ്റിയവരുടെ പട്ടികയിലുണ്ട്. അമ്മയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും ആക്രമിക്കപ്പെട്ട നടിയെ കൈവിട്ടതോടെ പ്രോസിക്യൂഷന് പ്രതീക്ഷകൾ നഷ്ടമായി. കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിലെ ജീവനക്കാരനായ സാഗർ മൊഴിമാറ്റിയ കാര്യം ദിലീപിനെ സഹോദരൻ അനൂപ് ധരിപ്പിക്കുന്ന ശബ്ദരേഖയാണ് റിപ്പോർട്ടർ അന്ന് പുറത്തുവിട്ടത്. വേറെ ആളെ ചെയ്യുന്നുള്ള നമ്മൾ അഭിമാനി പറയുന്നത് കോടതി പോയി കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കണം. ദിലീപിന്റെ അഭിഭാഷക സംഘം പണം നൽകി സാഗറിനെ സ്വാധീനിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആലപ്പുഴയിൽ സാഗറിനെ കാണാൻ കാവ്യമാധവന്റെ ഡ്രൈവറും അഭിഭാഷകനും എത്തിയതിന്റെ രേഖകളും റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. മൊഴിമാറ്റി പറഞ്ഞ ആൾക്കാർ, എടോ തനിക്ക് നാണം ഉണ്ടോ? പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാർ, ഒരു ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടേ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷി മാറ്റി എന്ത് തെണ്ടിത്തരം കാണിക്കുന്നത്? പണത്തിന് വേണ്ടി ഏത് ഗർഭപാത്രത്തിന് പോലും വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. ചെന്നായ്ക്കൾ, ഇതൊക്കെ ചെന്നായ്ക്കെന്ന് വിളിക്കാം. പക്ഷേ പിന്നൊരു കാര്യമുണ്ട്, നല്ല നല്ല ആൾക്കാരൊക്കെ മാറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഞാൻ സല്യൂട്ട്. പക്ഷെ പറയുന്നത് ഈ മുയി മാറ്റുന്നില്ല. എന്ത് കണ്ടിച്ചാലും ഒരു പണത്തിന് വേണ്ടി എന്ത് കിട്ടും? ഈ പണം എന്നൊരു കടലാസിന് വേണ്ടി എന്ത് ചെച്ചത്രയും ചെയ്യുന്ന ആൾക്കാരല്ലേ. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾക്കാർ, ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഒരു കലാകാരൻ എന്താ വേണ്ടത്? ന്യായം അതാണ് മാത്രം വേണ്ടത്. അതല്ലാതെ എല്ലാം പൊട്ടത്രം കാണിക്കുന്ന ചെറ്റകൾ. പോയി പണയക്കൂടോ, തൂങ്ങിച്ചാവടോ നാറുകളെ. പിന്നെ നല്ല ആൾക്കാരുണ്ട്, മൊഴി മാറ്റം പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടോ, അവർക്കൊക്കെ ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ദിലീപല്ല, ആരായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതാണ് വേണ്ടത്. ദിലീപ് സിനിമ നടനാണ്, ആക്ടറാണ്, സൂപ്പർ ഹിറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാൽ കാര്യമില്ല, ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഇതിൽ ദിലീപ് 2ാം പ്രതിയാണ്, അത് 8ാം പ്രതിയായി. എന്നിട്ട് ഇപ്പം ദിലീപ് ഇല്ല എന്നൊക്കെ പറയും. അതാണ് പണത്തിൻ്റെ പവർ. പണം കൊണ്ട് എന്ത് കളി കളിക്കാൻ പാടില്ല. ഓക്കെ, എന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.